സ്വദേശിവൽക്കരണം കൂടുതൽ കർശനമാകുന്നു എന്നതാണ് യുഎഇയിൽ നിന്നുള്ള പ്രധാന വാർത്ത. അടുത്ത മാസം 1 മുതൽ അബുദാബിയിൽ ചായ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഫോം കപ്പുകൾക്ക് വിലക്കും നിലവിൽ വരികയാണ്. വിവരങ്ങളുമായി ദുബൈയിൽ നിന്ന് ഷിനോജ് ശംസുദ്ദീൻ ചേരും. യുഎഇയിൽ സ്വദേശിവൽക്കരണം ഊർജിതമായി നടക്കുകയാണ്. എല്ലാ ചെറുകിട സ്ഥാപനങ്ങളിൽ വരെ സ്വദേശികളെ നിയമിക്കണം എന്നുള്ള നിയമം ശക്തമായി നടപ്പാക്കാനാണ് യുഎഇ സർക്കാരിൻ്റെ തീരുമാനം. 50-ൽ മേലെ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളും വർഷം 2 പേരെയെങ്കിലും, അതായത് 2 യുഎഇ സ്വദേശിയെങ്കിലും ആ കമ്പനിയിൽ നിയമിച്ചിരിക്കണം എന്നാണ് നിയമമുള്ളത്. വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് 2 പേരെ നിയമിക്കേണ്ടത്. അതിൽ ആദ്യത്തെ നിയമനം നടത്തേണ്ട സമയം 2024-ലെ ആദ്യ വൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ നിയമനം നടത്തേണ്ട സമയം ഈ ജൂൺ 30-ന് അവസാനിക്കുകയാണ്. ഈ ജൂൺ 30-നുള്ളിൽ ഒരു സ്വദേശിയെങ്കിലും ഈ കമ്പനിയിൽ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കനത്ത പിഴ നൽകേണ്ടി വരും എന്നാണ് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. 49 ജീവനക്കാർ വരെയുള്ള സ്ഥാപനങ്ങൾ ഒരു സ്വദേശിയെ 1 വർഷം നിയമിക്കണമെന്നാണ് നിയമമുള്ളത്. മൊത്തം സ്വദേശികളുടെ എണ്ണം ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 97,000-ലേക്ക് കടക്കുന്നു, 1 ലക്ഷത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളൊരു വിവരം കൂടി തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ വാർത്ത, അടുത്ത മാസം 1 മുതൽ യുഎഇയിൽ ഫോം ഗ്ലാസുകൾ നിരോധിക്കുകയാണ്. അതായത് തെർമോക്കോൾ പോലുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഗ്ലാസുകൾ, പാത്രങ്ങൾ, അതിൻ്റെ മൂടികൾ ഒക്കെ നിരോധിക്കുകയാണ്. പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിരോധനം വരുന്നത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിരോധിക്കുക, പ്ലാസ്റ്റിക്കും അതേപോലെ തെർമോക്കോൾ പോലുള്ള വസ്തുക്കൾ നിരോധിക്കുക എന്നുള്ള നടപടികളുടെ ഭാഗമായാണ് അബുദാബി പരിസ്ഥിതി ഏജൻസി ജൂൺ 1 തീയതി മുതൽ ഇത്തരം ഗ്ലാസുകളും പാത്രങ്ങളും നിരോധിക്കുന്നത്. ഇളവുള്ളത് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി പഴം, പച്ചക്കറി അല്ലെങ്കിൽ ഇറച്ചി എന്നിവയൊക്കെ പൊതിയുന്നതിനും ദീർഘകാലത്തേക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനും തെർമോക്കോൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വിലക്കില്ല. അതേപോലെ തന്നെ മെഡിക്കൽ വസ്തുക്കൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ സ്റ്റോർ ചെയ്യുന്നതിന് തെർമോക്കോൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കില്ല എന്നാണ് പരിസ്ഥിതി ഏജൻസി അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്ത എന്നുള്ളത്, ഷാർജയിൽ പ്രധാന റോഡുകൾക്ക് അരികിലുള്ള എല്ലാ കെട്ടിടങ്ങളും, താമസ കെട്ടിടങ്ങളായാലും വാണിജ്യ കെട്ടിടങ്ങളായാലും അതിനെ സീവേജ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ അടിയന്തര ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഷാർജ ഭരണാധികാരി. അദ്ദേഹം ഷാർജ റേഡിയോയിൽ ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരമൊരു ഉത്തരവ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഏപ്രിൽ മാസത്തെ മഴയിൽ വലിയ വെള്ളക്കെട്ടും മറ്റും ഉണ്ടായ സ്ഥലമാണ് ഷാർജ. അവിടുത്തെ പരിഹാര നടപടികളുടെ ഭാഗമായിട്ടാണ് സീവേജ് ശൃംഖലകളെ കെട്ടിടങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു അടിയന്തര ഉത്തരവ് ഷാർജ ഭരണാധികാരി നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്തയുള്ളത് മീഡിയ വണ്ണിൻ്റെ തന്നെ ഭാഗത്തു നിന്നുള്ള വാർത്തയാണ്. മീഡിയ വണ്ണിൻ്റെ ഹെർ സ്റ്റോറി എന്ന പരിപാടി മെയ് 26-ാം തീയതി അക്കാഡമിക് സിറ്റിയിലെ ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റിയിൽ നടക്കുകയാണ്. അതിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി 11 വനിതാ പ്രതിഭകൾ എത്തും എന്നുള്ളതാണ്. സിനിമാ താരം നൈല ഉഷ മുതൽ AR റഹ്മാൻ്റെ മകൾ ഖദീജ റഹ്മാൻ വരെയുള്ള വനിതാ പ്രതിഭകളാണ് ഈ പരിപാടിയിലേക്ക് എത്തുന്നത് എന്ന് മീഡിയ വൺ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയും വാർത്തകളാണ് UAEയിൽ നിന്നും പ്രധാനമായും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.